വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് നമ്മുടെ സ്വന്തം മാങ്ങാ ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചമ്മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയ സാധനങ്ങൾ ഞാനിവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനായിട്ടൊന്നും എടുക്കണില്ല, ഒരു 2 കഷ്ണം മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മുടെ കയ്യിലുള്ള മാങ്ങയുടെ പുളി അനുസരിച്ച് വേണം മാങ്ങ എടുക്കാൻ. പിന്നെ എടുത്തേക്കണത് കുറച്ച് തേങ്ങ, ഇതൊരു 3/4 കപ്പോളം ഉണ്ടാകും. പിന്നെ എടുത്തേക്കണം 3 ചെറിയ ഉള്ളി, ഒരു 3 കറിവേപ്പില. പിന്നെ എരിവിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് കാന്താരി മുളകാണ്, ഒരു 10 കാന്താരി മുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ കയ്യിൽ കാന്താരി മുളക് ഇല്ലെങ്കിൽ സാധാരണ പച്ചമുളക് ആയാലും മതി, അതില്ലെങ്കിൽ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്താലും മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ വേണം. ആദ്യം നമുക്ക് നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതാദ്യം ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള മാങ്ങ നല്ല പുളിയുള്ള മാങ്ങയാണ്, അത് കാരണം ഞാൻ പാതി മാങ്ങ മാത്രമേ എടുത്തിട്ടുള്ളൂ. തൊലിയൊക്കെ കളഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഒരു മിക്സി ബൗൾ എടുക്കുക. നമുക്കതിലേക്ക് ആദ്യം നമ്മുടെ മാങ്ങ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ മാങ്ങ അരിഞ്ഞിട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കാന്താരി മുളക്, കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ട് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം നിങ്ങളുടെ കയ്യിൽ അരകല്ലുണ്ടെങ്കിൽ അരകല്ലിൽ അരയ്ക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്, അരകല്ലില്ലെങ്കിൽ മിക്സി. ഇപ്പം എന്താ നമ്മുടെ മാങ്ങ നന്നായിട്ട് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ തേങ്ങ ചേർത്ത് കൊടുക്കാം. 3/4 കപ്പ് തേങ്ങ, 3/4 കപ്പ് തൊട്ട് 1 കപ്പ് വരെ എടുക്കാം. ഇനി നമ്മുടെ തേങ്ങയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഒത്തിരി അങ്ങ് അരഞ്ഞു പോകണ്ട, എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിച്ച് വന്നാൽ മതി. ഇപ്പം എന്താ തേങ്ങയും കൂടെ ചേർത്ത് അരച്ചെടുത്തു. കണ്ട, എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി, ഒത്തിരി അങ്ങ് അരയണ്ട. ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം, കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതാ നമ്മുടെ ചമ്മന്തി ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ മാങ്ങയുടെ സീസണല്ലേ, എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ചോറിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. ഞാൻ ഇതിനു മുമ്പ് കുറച്ച് ചമ്മന്തിയുടെ റെസിപ്പീസ് ഇട്ടിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴെ കൊടുക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അതിന് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.